ഹലോ ഗൈസ്, നമുക്ക് 2025 ബുള്ളറ്റ് പ്ലാനർ നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട് പേജ് ഇതേപോലെ അലങ്കോലപ്പണികളെല്ലാം ചെയ്തതിന് ശേഷം നമ്മളുടെ പേരൊക്കെ എഴുതിയിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുക. ഗോൾസും കാര്യങ്ങളൊക്കെ എഴുതാൻ മറക്കരുത്. പിന്നെ 2025 ആണല്ലോ, നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കോഡ്സ് കണ്ടുപിടിച്ചിട്ട് അത് ഇതേപോലെ എഴുതി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഡെക്കറേഷൻസൊക്കെ ആവാം നിങ്ങൾക്ക് സൈഡിലൊക്കെ. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് നമുക്ക് എഴുതുന്നൊരു കത്ത്, എ ലെറ്റർ ടു ഫ്യൂച്ചർ മീ, അത് ഇതേപോലെ ഞാൻ ഒരു എൻവലപ്പിലാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നമുക്ക് പൊട്ടിച്ച് വായിച്ചിട്ട് നമ്മുടെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. പിന്നെ 2025 കലണ്ടർ മസ്റ്റാണ്. പിന്നെ അടുത്ത പേജിൽ ഓരോ മാസത്തിൽ നമുക്ക് ഇവൻസും ഒക്കേഷൻസൊക്കെ ഉണ്ടാവുമല്ലോ, അത് എഴുതി കൊടുക്കാനുള്ള സ്ഥലം. ഇതേപോലെ 12 മാസത്തിൻ്റെ ഞാൻ ഇങ്ങനെ എഴുതി കൊടുത്ത് വരച്ച് ഭംഗിയാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബർത്ത്ഡേയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം. പിന്നെ ഡോഡ്ലിംഗ് ഏരിയ ആണ് നമ്മൾ കുത്തിവര പേജ്, അതായത് ഓരോ ദിവസം നമുക്ക് തോന്നുന്ന ചെറിയ നമ്മൾ മനസ്സിൽ തോന്നുന്ന ചെറിയ ആർട്സ് അത് വരച്ച് വെക്കാനുള്ള സ്ഥലം. കുറച്ച് ഞാൻ കാണിക്കാൻ വേണ്ടി ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. അത്ര അടിപൊളിയായിട്ട് വരയ്ക്കാനൊന്നുമല്ല, എന്ത് വേണമെങ്കിലും നമുക്ക് വരച്ച് കൊടുക്കാം. പിന്നെ മൂവി കോർണറാണ്. മൂവീസ് എന്തായാലും കാണുന്നവർക്കാണെങ്കിൽ ഇതേപോലെ കുറേ പേജസ് ആവശ്യം വരും. നമുക്ക് കണ്ട മൂവീസ് ഇതേപോലെ എഴുതുക, റേറ്റിംഗ് കൊടുക്കുക. അതേപോലെ റീഡേഴ്സിനുള്ള പേജാണ് അടുത്തത്. റീഡിങ് ഹാബിറ്റ് ഉള്ളവർക്ക് ഇതേപോലെ വായിച്ച പുസ്തകത്തിൻ്റെ പേര് എഴുതി കൊടുക്കാം, അതിൻ്റെ റേറ്റിംഗ് കൊടുക്കാം. പിന്നെ അടുത്ത പേജ് വരുന്നത് മ്യൂസിക് ലവേഴ്സിനുള്ളതാണ്. നമുക്കിഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് ഉണ്ടാവുമല്ലോ, അത് ഇതേപോലെ എഴുതി കൊടുക്കാം. സൈഡിൽ അതിൻ്റെ ചെറിയ പിക്ചറൊക്കെ വേണമെങ്കിൽ വരച്ച് കൊടുക്കാം. പിന്നെ പീരിയഡ് ട്രാക്കർ, ബക്കറ്റ് ലിസ്റ്റ്. പിന്നെ അടുത്ത പേജിൽ വിഷൻ ബോർഡാണ്. നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള പ്ലാൻസ്, ഗോൾസ് അതൊക്കെ എഴുതി കൊടുക്കാം. നമുക്കിതിൽ ഡിഫറെൻറ്റ് പാറ്റേൺസിലൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ. ഞാൻ അവിടെ ഒരു മേഘങ്ങളൊക്കെയാണ് എഴുതി കൊടുക്കുന്നത്. പിന്നെ സ്കിൻ കെയർ ഹാബിറ്റ്സ്, ഹെൽത്ത്, യോഗ അങ്ങനത്തെ ഒക്കെ നോക്കുന്ന ആളുകൾക്കുള്ളതാണ് അടുത്ത പേജ്. ഇതുപോലെ നമുക്ക് ഒരുപാട് പേജസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ജേണൽ. ടാറ്റാ.